ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നേ? ഞാൻ സൈൻ ഇൻ ചെയ്താണല്ലോ കയറി. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഏത് ലിങ്ക് കണ്ടു കഴിഞ്ഞാലും സൈൻ അപ്പ് ചെയ്യും അല്ലേ? അത് പിന്നെ ലിങ്ക് കണ്ടാൽ അതിൽ എന്താന്ന് കയറി നോക്കാതെ ഒരു സമാധാനവും ഇല്ല. എന്നിട്ട് ആ ലിങ്ക് എവിടുന്നാ കിട്ടിയേ? അത് എന്നാലേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മോളുടെ ഡേറ്റാസ് എല്ലാം ഭീകരന്മാര് ചോർത്തി. അയ്യോ. ഇനിയിപ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ തന്നെ നിന്നോണം. ഞാൻ ഇത് കാണുന്നവരോട് കുറച്ച് ഉപദേശം കൊടുത്തിട്ട് വരാം. അപ്പൊ എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകം മുഴുവനും ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ പേര്, വയസ്സ്, അഡ്രസ്സ് തുടങ്ങി ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഓൺലൈൻ ആപ്ലിക്കേഷൻസ് വഴിയോ വെബ്സൈറ്റ്സ് വഴിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഡേറ്റ സുരക്ഷിതമാണോ എന്ന്? ഇല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടത് അത്ര തന്നെയും നിർണായകവുമാണ്. മിക്കപ്പോഴും നമ്മൾ അൺവെരിഫൈഡ് വെബ്സൈറ്റ്സ് വഴിയോ ആപ്ലിക്കേഷൻസ് വഴിയോ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാറുണ്ട്. അതെന്തിനാണെന്നൊരു ഐഡിയ ഇല്ല അല്ലേ? അതിനാൽ ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം: ഞാൻ എൻ്റെ ഡേറ്റ പ്രൈവസിക്ക് ആവശ്യമായ ശരിയായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന്. ഡേറ്റ പ്രൈവസിക്കായി ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിംബൽസ്, ഡിജിറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇവ കൂട്ടിച്ചേർത്ത് സ്ട്രോങ് പാസ്വേഡ്സ് ഉപയോഗിക്കുക. ബാങ്കിങ് സർവീസസിനായി ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ മറ്റു വെബ്സൈറ്റ്സിലോ ആപ്ലിക്കേഷൻസിലോ ഉപയോഗിക്കാതിരിക്കുക. 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എപ്പോഴും ആക്ടിവേറ്റ് ചെയ്തിടുക. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇവ ഫിഷിംഗ് അറ്റാക്കിലേക്ക് നയിക്കാം. പബ്ലിക് വൈഫൈയിൽ സസ്പെക്ട് വെബ്സൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. പ്രായം ഏതു തന്നെയായാലും ഡേറ്റ പ്രൈവസി അടിസ്ഥാനമാണ്. നിങ്ങളുടെ വിവരങ്ങൾ തട്ടിപ്പിനിരയാവാതിരിക്കാൻ ഇപ്പോഴേ ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ജീവിതം സുരക്ഷിതമാക്കുക. ഇപ്പൊ ഞാൻ രക്ഷപ്പെടുത്തി. ഇനി എനിക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മോള് വന്ന വഴി വിട്ടോ. വളരെ നന്ദി. അപ്പൊ ശരി.